ദൈവത്തെക്കാൾ ഉപരി ഭർത്താവിനെ ഭയപ്പെടുന്ന വ്യക്തിയെ കർത്താവ് ശാസിക്കുന്നുണ്ട്. ഇപ്പോഴും ദൈവത്തെക്കാൾ ഉപരി ഭർത്താവിനെ ഭയപ്പെടുന്ന, അങ്ങനെയുള്ള ആരായിരുന്നാലും കരങ്ങൾ ഉയർത്തുക. ഭർത്താവിനെ പേടിക്കണ ഒരു പരിധിവരെ ആ ഭയം ഉണ്ടാകാൻ പാടുള്ളൂ. ദൈവത്തെക്കാൾ ഉപരി ഭർത്താവിനെ ഭയപ്പെടുന്ന വ്യക്തികൾ 2 പേര് 3 പേര് കരങ്ങൾ ഉയർത്തുന്ന യേശുവേ നന്ദി. ശരീരത്തിൽ അതിഭയങ്കരമായിട്ടുള്ള ക്ഷീണം, നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ തലകറങ്ങി വീഴാൻ പോകുന്നവരുള്ള തോന്നല്, ഇങ്ങനെയുള്ള അവസ്ഥ കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട്. യേശുവേ നന്ദിയാണ്. പാമ്പിനോട് ഭയമുള്ള മക്കളെ കർത്താവ് ഇപ്പോഴ് വിടുതൽ എന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. പാമ്പിനോടുള്ള ഭയം, പള്ളി കിടക്കുന്ന കണ്ടാലും പാമ്പാണെന്ന് തോന്നും. ഇങ്ങനെ പാമ്പിനോട് അതീവ ശക്തമായിട്ടുള്ള ഭയം, ആ ഭയം കർത്താവ് ഇപ്പോഴ് ഇവിടുത്തെ മാറ്റി. യേശുവേ നന്ദി. ഉമിനീരിറക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ തൊണ്ടാക്ക് വേദനയും നെഞ്ചിരിക്കൽ പോലുള്ള അസ്വസ്ഥത അനുഭവപ്പെടുന്നവർ കർത്താവ് അതിൽ നിന്ന് മോചനം തന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി യേശുവേ നന്ദി. കർണഞരമ്പിന് വേദന ഉണ്ടാകുന്നവരെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. കർണഞരമ്പിന് വേദന ഉണ്ടാകുന്നവർ, ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. കർണഞരമ്പിന് വേദന ഉണ്ടാവും. കിടക്കുന്ന പോലുള്ള വേദനയാണ് ചില സമയത്ത് അനുഭവപ്പെടുന്നത്. യേശുവേ നന്ദി. കൂട്ടത്തിലുള്ളവരും മരിച്ചു പോയാൽ എന്ത് ചെയ്യുമെന്ന് എപ്പോഴും അസ്വസ്ഥമായ ചിന്ത. കൂട്ടത്തിലുള്ളവര് മരിച്ചു പോയാൽ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ എപ്പോഴും പേടിയുള്ള ചിന്ത. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആരായിരുന്നാലും കരങ്ങൾ ഉയർത്തുക. കൂട്ടത്തിലുള്ളവര് മരിച്ചു പോയാൽ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് 3 പേര് കൈവക്കുന്നു, 3 അല്ല, 5. യേശുവേ നന്ദിയാണ്. ഒന്നേ 1/4 മണിയായപ്പം മുതൽ പോണം എന്നുള്ള ചിന്തയായിട്ടിരിക്കുന്ന 4 പേര് ഈ കൂട്ടത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നു. 1:45 മണിയായപ്പം മുതൽ പോണം എന്നുള്ള ചിന്തയുമായിട്ടുള്ള 4 പേര് ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങളുടെ മനസാക്ഷി അനുവദിക്കുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് സമയം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് ആ സമയത്ത് ഇന്ന് വീട്ടിലെത്തും. നിങ്ങൾ 2 പേര് കരങ്ങൾ ഉയർത്തും. യേശുവേ നന്ദി. ശരീരത്തെ മൊത്തം ശക്തമായുള്ള ചൊറിച്ചില് അനുഭവപ്പെടുന്ന മക്കളെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ചൊറിച്ചിൽ. യേശുവേ നന്ദി. ഈ വെള്ളപ്പൊക്കവും മഴയിലൂടെയും ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. വെള്ളപ്പൊക്കവും മഴയിലൂടെയും നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നവർ കരങ്ങൾ ഉയർത്തുക. ആയിരക്കണക്കിന് ജനങ്ങൾ ചത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും. യേശുവേ നന്ദി. കർത്താവ് ഒരു മുന്നറിയിപ്പ് തരുന്ന ഇതാണ്: ശക്തമായ ക്ഷാമം ഉണ്ടാകും. ഭക്ഷണത്തിനുള്ള ശക്തമായ ക്ഷാമം ഉണ്ടാകും. അതുപോലെ തന്നെ ഭൂചലനം, കൊടുങ്കാറ്റ്, അതുപോലെ തന്നെ കടലിന്റെ അവസ്ഥ ഒരുപാട് പരിതാപകരമായി വരികയാണ്. കാരണം അതിന് ഏതാണ് കടൽ.
കടലിലിങ്ങനെ കിലോമീറ്ററുകൾ, കണക്കില്ലാതെ കിലോമീറ്റർ ദൂരത്തില് ഇരുള് വ്യാപിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യൻ അനുഭവിക്കാനും മാറ്റത്തിലേക്ക് വരാനും ഒക്കെയുള്ള അടയാളമാണ് ദൈവം തരുന്നത്. നമ്മളാവുന്നതൊക്കെ ഇരുന്ന് ഉറങ്ങുക. ഉറക്കം മരണത്തെ സൂചിപ്പിക്കുന്നത്. നമ്മള് പെട്ടെന്ന് മരണം കൈനീട്ടി മേടിക്കുക. യേശുവേ നന്ദി. ആത്മഹത്യാ പ്രവണതയുള്ള 7 പേര് ഈ കൂട്ടത്തിലുണ്ട്. മരിക്കണമെന്നുള്ള ചിന്ത ഉള്ള 7 പേരെ കർത്താവ് അതിൽ നിന്ന് മോചനം തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. കരങ്ങളൊരു യേശുവേ നന്ദി. ജലത്തിലൂടെ പോകുന്ന വാഹനങ്ങളെ പ്ലെയിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനെ സമർപ്പിച്ച് ഇനിയും മഴ ഉണ്ടാകുമോ എന്നുള്ള ഭയം ഉള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. ഇനിയും മഴ ഉണ്ടാകുമോ എന്നുള്ള ഭയം അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തുക. മഴയൊന്നും തുടങ്ങിയില്ല. അതിന് മുമ്പ് മഴ ഉണ്ടാകുമെന്നുള്ള പേര് തുടങ്ങി. പണി തരുന്നുണ്ട് നമുക്ക്. കാരണം അനുദപിക്കാനുള്ള അവസരം ദൈവം തരുമോ? നമുക്കതിനുള്ള സമയമില്ല അല്ലേ? മാർക്കോസ് 1:15 പറയുന്നുണ്ട്, ഇതാ സമയം സമാഗതമായിരിക്കും, എല്ലാവരും അനുദപിച്ച് വിശ്വാസത്തിൽ വിശ്വസിക്കും. നമുക്കതിനുള്ള സമയമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെങ്കിലും ഇങ്ങോട്ട് വരിക, സമയമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക, ഒരു അപേക്ഷയൊക്കെ എഴുതിയിടുക. ഇവിടെ വഴിയില്ലാത്തവർക്ക് വഴി കിട്ടിയവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. വഴിയില്ലായിരുന്നു എന്നാ വഴി കിട്ടി, അങ്ങനെയുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. ഒരാള് കൈപൊക്കിയിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ച് വഴികള് കിട്ടിയവര് ഉപകാരസ്മരണ എഴുതിയിടുവോ പിന്നീട് വരികയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ വഴി തടസ്സമായി, നമ്മുടെ വഴി വിലക്കായതെങ്കിൽ ഉപകാരസ്മരണ എഴുതിയിടണമെന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് ഭയങ്കര, നിങ്ങള് ലക്ഷങ്ങൾ മുടക്കുന്ന പോലെയാണ് ഉപകാരസ്മരണ എഴുതിയിടുന്നതിനുള്ള മടി. അതുപോലെ തന്നെ ഈ കൃത്രിമജീവികള്, ഉറുമ്പ്, പാറ്റ, പല്ലി, പഴുതാര ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴില്ല. അങ്ങനെയുള്ളവരൊന്ന് കരങ്ങൾ ഉയർത്തുകയും, നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഈ സാധനമൊക്കെ, ഇപ്പോഴില്ല. 2, 3, 4, 5, 6 പേര് ഉണ്ട്. ഇവിടെ ആവശ്യം പോലെ ഈ പറയുന്ന സംഗതികളെല്ലാം ഇവിടെ ഉണ്ട്. ഈ പറയുന്ന ഉറുമ്പും പല്ലിയും പാറ്റായും പഴുതാരയും എല്ലാം. കാരണം നിങ്ങൾക്ക് വിടുതൽ കിട്ടുമ്പോഴത് കർത്താവ് ഏറ്റെടുത്താൽ വിടുതലായിരുന്നു. എപ്പോഴവരെ അതിന് നമ്മൾ ഉപകാരത്തിൽ തന്നെ എഴുതിയിടുന്നില്ല, അതുവരെ നമ്മുടെ പിന്നാലെ കാണും. മുഴ സുഖപ്പെട്ടവര് സാക്ഷ്യപ്പെടുത്താതുള്ളവരുണ്ടെന്ന് കർത്താവ് പറയുന്നത്. മുഴ സുഖമായി എന്നാൽ ഇതുവരെ സാക്ഷി എഴുതിയിട്ടില്ല. ശരീരത്തുണ്ടായിരുന്ന മുഴ സുഖമായി, അങ്ങനെയുള്ളവര് കാര്യങ്ങൾ എടുത്താൽ ഒരാള് കൈകൊട്ടുന്നുണ്ട്, മുഴ സുഖമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. ഇവിടെ സാക്ഷ്യത്തിന് നമ്മള് എങ്ങനെ സുഖമായ, എപ്പോഴാ ആയത്, ഏത് രീതിയിലായതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ നിന്നിപ്പോ എത്ര ഉപകാരത്തിന് വായിച്ച്. കാരണം ദൈവവചനം എവിടെ പ്രഘോഷിക്കപ്പെടുന്ന അവിടെ രോഗശാന്തികളുണ്ട്. ഒരിക്കലും രോഗശാന്തി അത്ഭുതമല്ല, അത്ഭുതമെന്ന് പറയുകയും ചെയ്യരുത്. രോഗശാന്തി എന്ന് പറയുന്നത് പാപമോചനമാണ്. പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നതാണ് രോഗശാന്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴേ നമ്മുടെ ആത്മീയ ഗുരുവായിരിക്കുന്ന പ്രശാന്തച്ചൻ അടുത്ത ആഴ്ച വരുന്നുണ്ട്. അടുത്ത ചൊവ്വാഴ്ച ആദ്യ ചൊവ്വയാണ്, അഖണ്ഡ ജപമാലയാണ്. മാതാവിന്റെ അനുഗ്രഹങ്ങൾ വാരി വർഷിക്കുന്ന ദിവസമാണ് അഖണ്ഡ ജപമാല ദിവസം. ഒരുപാട് അനുഗ്രഹങ്ങളാണ് ആ ചൊവ്വാഴ്ച ലഭിക്കുന്നത്. അപ്പം
അച്ഛന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാരെ എല്ലാവരെയും കണ്ടിട്ട് അച്ഛൻ തിരിച്ചു പോകാറുള്ളൂ. ഞാനത് അഴിമുഖി ചെല്ലുമ്പോ പലരും പറയാറുണ്ട്, ബ്രദറെ എന്താണെന്ന് അറിയത്തില്ല, കായംകുളത്ത് അച്ഛൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. മറ്റു സ്ഥലങ്ങളിൽ പോയാൽ 1 മണിക്കൂർ 2 മണിക്കൂറിനകം അവിടുന്ന് പോകും. ഞാൻ കായംകുളത്ത് വന്നു കഴിഞ്ഞാൽ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞതിന് ശേഷമേ പോകാറുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച അച്ഛൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ട കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളുടെ അടുത്തൊക്കെ ഉള്ളവരെ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ തന്നെ എത്ര പേരെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വരാൻ സാധിക്കുമോ അത്രയും പേരെ കൂട്ടിക്കൊണ്ട് വരിക. എന്തുമാത്രം രോഗശാന്തിയാണ് അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നത്. അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് രോഗശാന്തി കിട്ടിയിട്ടുള്ളായിരുന്നു കരങ്ങൾ ഉയർത്തുക. പല പ്രാവശ്യങ്ങളായിട്ട് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് കിട്ടുന്ന രോഗശാന്തി ഒരുപാട് മക്കളുടെ കരങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോഴേ നിങ്ങളുടെ അടുത്തുള്ളവര്, നിങ്ങളുടെ പരിചയമുള്ളവർ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് വരാം. അടുത്ത ആഴ്ച അച്ഛന് വരുന്നുണ്ട്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. കാരണം ഏറ്റവും കൂടുതൽ അച്ഛൻ സ്നേഹിക്കുന്ന ഒരിടം കൂടായി. ഏറ്റവും കൂടുതൽ പ്രശാന്തച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരിടമാണിത്. കാരണം അച്ഛൻ്റെ അണ്ടറിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അനാഥ മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും ഒക്കെ ആയിട്ട് അച്ഛൻ്റെ കീഴിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അച്ഛൻ സ്നേഹിക്കുന്ന ഒരിടമാണിത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം മക്കള് മാറ്റം സ്വീകരിച്ച് വരുന്നു, വിടുതൽ പ്രാപിച്ച് വരുന്നു. എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ ഉടൻ തന്നെ ഓടി വരുന്ന മാതാവ് നിങ്ങൾക്കത് വിടുതൽ തരുന്നു, സൗഖ്യം തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഉച്ചാടന പ്രാർത്ഥന എന്ന് പറയുന്ന പ്രത്യേക പ്രാർത്ഥനയുള്ളത് മരുന്നുകൊണ്ട് സുഖമാകാത്ത രോഗങ്ങള്, പൈശാചിക ബന്ധനങ്ങള്, കുടുംബ തകർച്ച, അതുപോലെ തന്നെ പൈശാചികമായുള്ള ബന്ധനങ്ങള്, കടബാധ്യത, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള്, സമാധാനമില്ലാത്ത അന്തരീക്ഷം കുടുംബത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുള്ളവർക്കാണ് ഈ ഉച്ചാരണ പ്രാർത്ഥനയിൽ ഇരിക്കാനുള്ള അവസരം. അതിന് നമ്മൾക്ക് എല്ലാം ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഇതിനൊന്നും ഒരു വിലയില്ല. കാരണം ഈ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിസ്സാരമായിട്ട് കരുതാൻ പറ്റുന്നതല്ല. കാരണം ക്യാൻസർ രോഗികൾ, എയ്ഡ്സ് രോഗികളൊക്കെ അതിലൂടെ സൗഖ്യം പ്രാപിച്ചു പോവുകയാണ്. ഏതെല്ലാം രീതിയിലുള്ള രോഗങ്ങളാണ് അതിലൂടെ വിടുതൽ പ്രാപിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം വല്ല മുടക്കമുണ്ടോ അതിന്? വരിക, ഒരു അപേക്ഷ കൊടുത്തിട്ട് കയറിയിരിക്കുക, വിടുതൽ കിട്ടുക, അതുകൊണ്ട് പോയേക്കുക അല്ലേ? അതുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് 50 രൂപ അതിന് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്. ആ പ്രാർത്ഥനയ്ക്ക് ഇനി നിങ്ങൾക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ 50 രൂപ കൊടുത്തെങ്കിൽ അതിന് ഇരിക്കാണ്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇരിക്കാണ്ട് സാധിക്കുന്നതല്ല. നേരത്തെ കഴിഞ്ഞ ആഴ്ച വരെയും ഫ്രീ ആയിട്ടായിരുന്നു ഇരുന്നത്. അപ്പോഴേ നിങ്ങളിവിടെ അപേക്ഷ എഴുതി കൊടുക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ കൊച്ചുമക്കള്, വലിയ മക്കള്, വേറെ മക്കളെന്ന് പറഞ്ഞൊന്നും ഇത് നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് മാത്രമേ അതിനകത്ത് എഴുതാവുള്ളൂ. പിന്നെ ഒന്നീ കുടുംബ തകർച്ച, അല്ലെ പൈശാചിക ബന്ധനം, ഇങ്ങനെ ഏതാണോ നിങ്ങളുടെ പ്രശ്നം അത് മാത്രമേ അതിനകത്ത് എഴുതാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വിവാഹ തടസ്സം, ജോലി കിട്ടാനായിട്ട് തടസ്സം, ഇതേക്കറുടെ സന്ദേശം തരുന്നുണ്ട്. വിവാഹ തടസ്സമുള്ളവരുടെ കരങ്ങൾ തരുന്നത്. വിവാഹ തടസ്സം, 3 പേരുടെ വിവാഹം നടക്കാൻ കർത്താവ് കൃപ തരുന്നുണ്ട്. ഇപ്പോഴേ 3 പേരുടെ വിവാഹം നടക്കാനുള്ള കൃപ. യേശുവേ നന്ദി. ജോലിയില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന 2 പേർക്ക് കർത്താവ് അത്ഭുതകരമായിട്ട് ജോലി തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ജോലിയില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന 2 പേരെ അത്ഭുതകരമായിട്ട് ജോലി തന്നെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. യേശുവേ നന്ദി. തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും അതിശക്തമായ മഴയും കാറ്റും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
അതിന്റെ ശക്തി കുറയാനും കടലിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഇവിടെ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നതാണ്, സമയം ഇല്ലാത്തവർ ഒരു കാരണവശാലും ഇവിടെ വരരുത്. ഇടയ്ക്ക് വെച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാരും ഇവിടെ വരരുത്. ചൊവ്വാഴ്ച ദിവസം വരാൻ പാടില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കൈവപ്രാർത്ഥന സ്വീകരിച്ചിട്ട് തിരിച്ച് പോകാവുള്ളൂ. അല്ലാതുള്ളവര് വരരുത്. ചൊവ്വാഴ്ച ദിവസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പാടില്ല. വന്നിട്ട് ഇപ്പൊ പോകണമെന്ന് പറയേണ്ടതൊന്നും പറയാൻ പാടില്ല. സമയമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരിടമാണിത്. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ തിരിച്ചു പോയാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവിടെ അതിന് പരിഹാരമല്ല. പറഞ്ഞല്ലോ, എന്ത് വിഷയമുണ്ടോ വരുന്നവരുടെ അത് വിടുതൽ കിട്ടുക, മാറിപ്പോവുക. എന്നാല് അനസമായിട്ട് തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ വിട്ടുപോകുന്ന പ്രശ്നങ്ങള് നിങ്ങളുടെ തന്നെ തോടയിലേക്ക് വരും. അതാ ഓരോരുത്തരും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രദറെ ഇവിടെ വന്നപ്പം നടുവേദന ഇല്ലായിരുന്നു. ജവമാല നടന്നുകൊണ്ടിരുന്നപ്പം ഞാൻ ഇടയ്ക്ക് അർജന്റ് ഉണ്ടായിരുന്നു, തിരിച്ചു പോയി. ഇപ്പം 100 മണിക്കാൻ വേദന, നടുവേദന. തലയ്ക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഇവിടെ വന്നത്, ആ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴേ തലവേദനയും തലയ്ക്ക് വിങ്ങലും പെരുപ്പും ഒക്കെ. ഇതെവിടുന്നാ കിട്ടിയേ? എവിടുന്നാ കൊണ്ടുപോയേ? കാരണം നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴ് കർത്താവിന്റെ രക്ഷാകര കവചമാണ് നിങ്ങളിൽ തരുന്നത്. യാതൊന്നും നിങ്ങളെ പിന്നെ സമീപിക്കുകയില്ല. ഒരു പ്രശ്നങ്ങൾ നിങ്ങളെ സമീപിക്കുകയില്ല. നമ്മള് ആവലാതി കയറി ബഹളം വെച്ച് തിരിച്ച് ഓടിപ്പോകുമ്പോഴ് ഈ വിട്ടുപോകുന്ന പിശാച് അവരെങ്ങും പോകത്തില്ല. അവിടെ വഴിയിലുണ്ട്, അലസമായിട്ട് വരുന്ന ആളന്മാരുണ്ടെന്ന് അറിയാൻ. അപ്പൊ ആ നിൽക്കുന്ന പിശാച് ഈ പോകുന്ന ആളന്മാരുടെ കൂട്ടത്തിലങ്ങ് വരും. അതുകൊണ്ടാ ഒരു ചേട്ടത്തി ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞ്, ബ്രദറെ എനിക്ക് 11 മണിക്ക് ചെന്നിട്ട് വലിയൊരു കാര്യം സാധിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, മോളെ നീ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പിന്നെ നിനക്ക് ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതുപോലെ ആകട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പുള്ളിക്കാരി ഇവിടുന്ന് പോയി. 10 മണിയായപ്പോ ഇവിടുന്ന് പോയതാ. 4 മണി വരെ ഈ കായംകുളം ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. വലിയ കാര്യം സാധിക്കാണ്ട് പോയതാ ഇവിടുന്ന്. 4 മണിയായി ഇവിടുന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ ആൾക്കാർ അവിടെ ചെന്നപ്പോണ്ട് നെടുനില പോലെ അവിടെ നിൽപ്പുണ്ട് ഈ ചേട്ടത്തിൽ. ഇവരെ പറഞ്ഞ് വരുന്ന വണ്ടികളെല്ലാം നിറഞ്ഞ് വരിക, എന്നെ കയറ്റുന്നില്ല, കയറാൻ പറ്റുന്നില്ല, ഇവിടെ നിൽക്കുക. സാധിച്ചില്ലേ? ആവശ്യം സാധിച്ചില്ലേ? നമ്മൾ വിചാരിക്കുന്ന ഇതിനേക്കാൾ വലുതാ വേറെ സാധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ചെല്ലുന്നത്. ഇതാ അവസ്ഥ. അതുകൊണ്ട് ഇതിനകത്ത് വന്ന് കയറി ഏതെങ്കിലും കാര്യമുണ്ടോ ആവശ്യമുണ്ടെന്നൊന്നും പറയരുതായിരുന്നു. ഇന്ന് പോയി ഓരോരുത്തരും ഒരുപാട് ദുരന്തം അനുഭവിക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് വന്ന് എനിക്ക് ഒട്ടും സമയമില്ല, നിക്കപ്പുറതി ഇല്ലെന്ന് പറയാണ്ട് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് വെച്ച് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള ജോലി അങ്ങ് പോയി. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, അത് പോയി. ജോലിയില്ല ഇപ്പം. ഇപ്പൊ എപ്പോഴും വിളിയും കരച്ചിലും പറച്ചിലുവാ. അദ്ദേഹത്തിനോട് കാല് പറഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോയപ്പോ, ഇല്ല എനിക്ക് ഒട്ടും സമയമില്ല, പോയേ പറ്റത്തുള്ളൂ. ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്നത്, നിങ്ങൾ മറ്റ് പ്രാർത്ഥന സ്ഥലങ്ങളിലോ ധ്യാന കേന്ദ്രങ്ങളിലോ പോകുന്ന പോലെ അല്ല ഇവിടെ. ആ രീതിയിൽ നിങ്ങളിവിടെ വരരുത്. അങ്ങനെ ചിന്തിച്ചോണ്ട് ഇവിടെ നിങ്ങൾ വരാൻ പാടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ രാവിലെ 9:30 മണി മുതൽ, ഇവിടെ രാവിലെ ആദ്യമായിട്ടൊക്കെ വരുന്നവർ വിചാരിക്കും ഇവിടെ കുറെ വട്ടുപിടിച്ചവര് നടന്ന് കറങ്ങുന്നു ഇല്ലേ. തനയ്ക്ക് സുഖമില്ലാത്തവരിവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. നന്മ പറഞ്ഞ മറിയനെ പറഞ്ഞു. ജെറിക്കോ പ്രാർത്ഥന, അതായത് നമ്മുടെ ഭവനങ്ങൾ ഉണ്ടായിരിക്കുന്ന ബന്ധനങ്ങള് പ്രശ്നങ്ങളൊക്കെയാണ് ഇതിലൂടെ വിടുതൽ പ്രാപിക്കുന്നത്. വീട്ടിലുണ്ടായിരിക്കുന്ന ഏതെല്ലാം അസ്വസ്ഥതകളുണ്ടോ ഈ ജെറിക്കോ പ്രാർത്ഥനയിലൂടെ അത് വിടുതലാകുക. നിങ്ങൾ പോലും അറിയത്തില്ല വിടുതലാകുന്നത്. കുടുംബ സമാധാനം ഇല്ലാത്തവര്, ഏതെങ്കിലും പ്രതിബന്ധങ്ങളുള്ളവര് ഈ ജെറിക്കോ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിന്റെ 4 ചുറ്റും ചുറ്റുന്നതായിട്ടാണ് നിങ്ങൾ ഭാവനയെ കാണേണ്ടത്. അങ്ങനെ കണ്ടോണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള ജെറിക്കോ പ്രാർത്ഥന നടത്തുന്നത് ഇതിന്റെ പുനരുത്ഥാനത്തിനൂടെ വേണ്ടിയിട്ടാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ചൊവ്വാഴ്ച വരുമ്പോൾ ഒരു 2 പേരെയെങ്കിലും കൊണ്ടുവരും. 2 അതിൽ കൂടുതലും ആകാം. 2 പേരെങ്കിലും ഞാൻ കൊണ്ടുവരും എന്ന് തീരുമാനം എടുക്കുന്നവരെന്ന് കരങ്ങൾ ഉയർത്തുക. ഈ 2 പേരെ കൂടെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ട് വരും എന്ന് തീരുമാനങ്ങൾ എടുക്കുന്നവര് കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി. കാരണം നമ്മളെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. ലേഖ 34 വയസ്സ്, കെവിൻ 2 വയസ്സ്. 2 മക്കളുടെയും ആയുസ്സും ആരോഗ്യവും കർത്താവ് കൊടുക്കാനായിട്ട് നമുക്ക് കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുകയും കഞ്ഞി കോൺഫറിങ് ഇല്ല. പിന്നെ ഡാല് വന്നില്ല കൊണ്ട് ബെഡില്ല. ഡാല് വരാഞ്ഞുകൊണ്ട് ഇന്ന് ബെഡില്ല. അപ്പൊ കഞ്ഞി മരിയസ്വം തന്നെയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആരും സ്പോൺസർ ചെയ്തില്ലെങ്കിൽ പിന്നെ മരിയസ്വം തന്നെയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. കഞ്ഞിയോട് വെറുപ്പുണ്ടായിരുന്നു, കഞ്ഞിയോട് ഇഷ്ടമില്ല. എന്നാൽ ഇപ്പൊ കഞ്ഞിയോട് താല്പര്യമുണ്ട്. അങ്ങനെയുള്ളവരുടെ കരങ്ങൾ ചേർത്ത് കഞ്ഞി കുടിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴേ കഞ്ഞി കുടിക്കുന്നതിന് മടുപ്പൊന്നുമില്ല. 5 പേരോടും കൈപൊക്കുന്നുണ്ട്. യേശുവേ നന്ദി. എല്ലാവരും കൂടെ കരങ്ങൾ നീട്ടി പിടിക്കുക. യേശുവേ നന്ദി. നമ്മുടെ ഈ പ്രാർത്ഥനാലയം പുനരുദ്ധരിക്കാനായിട്ട് ഒരു കുടുംബം മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ കുടുംബത്തെ നമ്മൾ സമർപ്പിക്കാൻ, ഇത് പുനരുദ്ധരിക്കാനായിട്ട്. കാരണം ദൈവത്തിനെന്തോ പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴിത് പുനരുദ്ധരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 18 വർഷമായിട്ട് ഈ ശുശ്രൂഷ നടക്കുകയാണ്. 18 വർഷം ഇതുവരെ ഇതിന്റെ പുനരുദ്ധാനത്തെക്കുറിച്ചൊന്നും തീരുമാനമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴേ ഇതിന്റെ പുനരുദ്ധാനത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഉണ്ട്. അപ്പോഴിവിടെ കൂടുതൽ ആൾക്കാർ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എന്തൊക്കെയോ ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ടാണ്. കാരണം കർത്താവ് അവസാന അഭയകേന്ദ്രമെന്നും പറഞ്ഞാണ് ഈ പ്രാർത്ഥനാലയത്തെ ദൈവം വിളിച്ച് വേർപെടുത്തിയിരിക്കുന്നത്. അപ്പം അനേകര് രക്ഷയിലേക്ക് വരാനായിട്ട് വന്നെത്തിച്ചേരേണ്ട സ്ഥലമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത് പുനരുദ്ധരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോഴ് മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ അത് പൂർത്തീകരിക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചു. നന്ദി. അച്ഛൻ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ യഥാസമയം വന്നെത്താനായിട്ട് പ്രശാന്തിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോ പലരും ഇവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്, കൈയൊന്നും പൊക്കുന്നില്ല, അഥവാ വന്നില്ലെങ്കിലും. കൈയൊന്നും പൊക്കുന്നില്ല, വിളിച്ചെങ്കിൽ വരുന്നവരെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ ഇങ്ങനെ കൈയൊന്നും പൊക്കുന്നില്ല, ആ വിളിച്ചാ വരുമെങ്കിൽ കൂട്ടിക്കൊണ്ട് വരാം എന്ന് ചിന്തിച്ചവരെല്ലാരും കൈ പൊക്കുക. അപ്പൊ ഇത്രയും പേര് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാനും നിങ്ങളല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് വിളിക്കുന്നത്. യേശുവേ നന്ദി.